നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. നിങ്ങൾ ചാറ്റ് കാണും. കിച്ചൂസാൻ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്. സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാനും അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത്. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രേണുസുതി സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ്. രേണുവിന് അസുഖമായതിനെ തുടർന്ന് രേണുവിൻ്റെ വിമർശനങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ നിന്നും മാറി രേണുവിന് ഒരു സഹതാപ തരംഗമായി മാറുകയും രേണുവിനോടുള്ള ആ ഒരു വിമർശനങ്ങളൊക്കെ മാറ്റി രേണുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇപ്പം ഒട്ടുമിക്ക ആളുകളും. എന്നാൽ അതൊക്കെ രേണു അതിനെയൊക്കെ മനസ്സിലാക്കാതെ രേണുവിൻ്റെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ വീണ്ടും നെഗറ്റീവ് വരുത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് കാണുന്നത് തന്നെ. രേണു ഇപ്പം കഴിഞ്ഞ ദിവസം കിച്ചു തന്നെ കാണാൻ വന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വീഡിയോ ചെയ്യുകയും അതിനെ തുടർന്ന് കിച്ചു മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി താൻ കാണാൻ പോകുന്നുവെന്നും പോയി വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തുറന്നു പറയാമെന്നും കിച്ചു പറയുകയും ചെയ്തു. അതിനുശേഷം പിന്നെ കിച്ചു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി ഒന്ന്, നിൻ്റെ അമ്മ ഉപേക്ഷിച്ചപ്പോൾ ഈ ഒരു പോറ്റമ്മയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞു ഒരാൾ വീഡിയോ ചെയ്യുകയും ആ വീഡിയോ രേണുസുതി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ സ്റ്റോറിയായിട്ട് ഇടുകയും ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ചർച്ചയും വിഷയവും നടന്നുകൊണ്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഇതെല്ലാം വിഷയങ്ങളും അവരുടെ ജീവിതത്തിലുള്ള വിഷയങ്ങളെല്ലാം പുറത്തേക്കിടുന്നത്. ഇപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു അവസ്ഥയിൽ രേണുവിന് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം രേണുവാണ് ആദ്യം കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തത്. പിന്നീടാണ് കിച്ചുവിൻ്റെ ഒരു റിപ്ലൈ വന്നത്. ഇപ്പോൾ കിച്ചു പറയുന്നുണ്ട്, ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് ഇന്നലെ വന്നിട്ട് കിച്ചു പറയുന്നുണ്ട്, അമ്മ സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടി തുടങ്ങിയതോടുകൂടിയാണ് ഈ കിച്ചു അതിനെക്കുറിച്ച് ചോദിക്കുകയും മെസ്സേജ് അയക്കുകയും ഋതപ്പനെ അത് ബാധിക്കില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയൊക്കെ ചെയ്തു. അതെനിക്ക് 2-3 ലക്ഷം രൂപ കിട്ടും, അതുകൊണ്ട് എനിക്കിതൊരു വിഷയമല്ല എന്ന് പറഞ്ഞുവെന്നും. പിന്നീട് രേണു വന്ന് ഈ ഒരു കിച്ചുവിൻ്റെ മറുപടിക്ക് എതിരെ ഒരു വീഡിയോ ചെയ്യുകയും അതിൽ നീ മരിച്ചാൽ പോലും എന്നെ കാണാൻ വരരുത്, എന്നെ ദൈവത്തെ ഓർത്ത് നീ ഇനി എന്നെ കാണുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യണ്ട, അതുപോലെ തന്നെ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത് തുടർന്നു പോയത്, എന്നാൽ അമ്മ ഇത് വേണ്ട എന്ന് നിനക്ക് പറയത്തില്ലായിരുന്നോ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി 500 സബ്ബായി എന്ന് പറഞ്ഞപ്പം ഗുഡ് എന്നല്ലേ മെസ്സേജ് അയച്ചത് എന്ന് രേണുവിൻ്റെ മറുപടി. 500 സബ്ബ് തുടങ്ങിയപ്പോൾ രേണു അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും കാണിച്ചതായിട്ട് കിച്ചുവിന് തോന്നിയിട്ടില്ല. കുറച്ച് ഡാൻസ് കളിക്കുന്നു, ആ ഒരു ഇത് മാത്രം ഫോട്ടോ വീഡിയോ അതേ ഉണ്ടായിരുന്നുള്ളൂ. അത് അതിൽ കൂടുതൽ കോപ്രായങ്ങൾ റീൽസിൽ കൂടെ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവനത്ര വിഷയമാക്കിയില്ല, അത് പ്രശ്നമാക്കാനുള്ള ഒരു വിഷയമായിട്ട് തോന്നിയില്ല. പിന്നീടാണ് രേണുവിൻ്റെ പല ഗോഷ്ഠികളും വൾഗറായിട്ടുള്ള വീഡിയോകളൊക്കെ രേണു ഇടാൻ തുടങ്ങിയത്. അത് കണ്ടപ്പോഴാണ് അവന് അത് മോശമാണ് എന്ന് തോന്നി. അവനൊരു മകനാണ്, താൻ അമ്മയെപ്പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ആ സ്ത്രീ. അപ്പോൾ ആ ഒരു ആളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മകനൊരു അമ്മയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ അവന് സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട ഒരു പയ്യനാണ്. അതൊക്കെ ഓർത്താണ് അവൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്. എന്നാൽ രേണു അത് എപ്പോഴാണ് അയച്ചത് എന്നുള്ള കാര്യം രേണുവിന് മനസ്സിലാവുന്നില്ല. രേണു 500 സബ് ആയപ്പോൾ അത് തുടക്കത്തിലാണ് അവൻ ഗുഡ് എന്ന് പറഞ്ഞത്. പിന്നീട് കാണിച്ച രേണുവിൻ്റെ ആ അഴിഞ്ഞാട്ട വീഡിയോകൾ കണ്ടതിന് ശേഷമാണ് അവൻ ആ ഒരു ചാറ്റ് അയക്കുകയും ചെയ്തത്. അപ്പോൾ അതിൽ എന്താണ് മനസ്സിലാക്കാനുള്ള, ഒരു മകന് പറയേണ്ട കാര്യം മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ, തെറ്റായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല. ഇപ്പോൾ രേണു പറയുന്നത്, നിൻ്റെ പല കാര്യങ്ങളും നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന പല കാര്യങ്ങളും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും, എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു, ഫ്യൂച്ചറിൽ നിന്നെ അത് ബാധിക്കും എന്ന്. രാഹുൽ ദാസിന് എനിക്ക് വേറെ ഒരു മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള കേസോ കാര്യങ്ങളോ ഒന്നുമില്ല,
നിനക്ക് അങ്ങനെയല്ല, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് രാഹുൽ ദാസ് എന്ന് പറഞ്ഞ ആളെ കുറിച്ച് സ്റ്റേഷനിൽ മറ്റും അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും എന്നുള്ളൊരു ഭീഷണിയും കൂടെയാണ് രേണു അടുത്ത ഒരു അമ്പ് എഴുതി വിട്ടേക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കിച്ചുവിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോഴും അവൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്കറിയാവുന്നതാണ്. അവൻ ഒരുപാട് പിന്നെ അവൻ്റെ ആ ഒരു ജീവിതം അവനെ ആരും സ്നേഹിക്കാനില്ലാതെ വന്നപ്പോൾ അവൻ ഡ്രഗ്സിനും ഒക്കെ ആ ഒരു രീതിയിലേക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അതവൻ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ അവന് അതെല്ലാം മനസ്സിലാക്കി, അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്നെല്ലാം അവൻ പിന്മാറി അവൻ്റെ ജീവിതം മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഭദ്രമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവൻ പോവുകയാണ്. എന്നാൽ ആ ഒരു അത് മനസ്സിലാക്കാതെയാണ് രേണുവിൻ്റെ സംസാരം. നമുക്ക് ഇപ്പം കിച്ചുവിനെ കുറിച്ച് നീ ലഹരി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളതല്ലേ എന്നുള്ളൊരു ഭീഷണിയാണ്. ആ ഒരു ഭീഷണിയാണെന്ന് തോന്നുന്നു രേണു ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ആ ഒരു കൊച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ അങ്ങനെ ആയെങ്കിൽ തന്നെ ഇതിൽ രേണുവിനും ഒരു കുറ്റം ഉണ്ട്. കാരണം അവരെ അമ്മ എന്നുള്ളൊരു സ്നേഹവും പരിഗണനയും ആ ഉത്തരവാദിത്വവും കാണിക്കാത്തത് കൊണ്ടാണ് മകന് ആ ഒരു രീതിയിലേക്ക് പോയത്. അവർ കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും അവന് കൊടുത്തിരുന്നെങ്കിൽ, ആ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ അവനൊരിക്കലും ഇതുപോലുള്ള ലഹരിയെ തേടിയോ ഒന്നും പോവുകയില്ലായിരുന്നു. അങ്ങനെയുള്ള മോശമായ സ്വഭാവത്തിലേക്ക് പോവുകയില്ലായിരുന്നു. അപ്പോൾ വേണ്ടുന്നത്ര സ്നേഹവും പരിഗണനയും ഒന്നും അവന് ആ വീട്ടിൽ നിന്ന്, രേണുവിൽ നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല. അതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവർ കാണിക്കുന്ന ഒരു തരം ഭീഷണിയാണിത്. ഇപ്പോൾ ആരും ആ ഒരു പയ്യനെ കുറ്റം പറയാൻ പോകില്ല. കാരണം അവൻ്റെ ആ ഒരു പ്രായത്തിൽ സംഭവിച്ച ഒരു തെറ്റ് അത് അവന് ബോധ്യമായപ്പോൾ ആ തെറ്റ് അവൻ തിരുത്തുകയും ചെയ്തു. അവൻ്റെ സ്വന്തം അമ്മയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പറയുമോ? തെറ്റുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരിക്കലും കൊച്ചാക്കാൻ ശ്രമിക്കുകയില്ല. എന്തായാലും രേണുവിൻ്റെ ആ ഒരു പ്രവൃത്തിയോട് നമുക്ക് സപ്പോർട്ട് ചെയ്യാനാവില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.